ഹലോ എവരിവൺ. അപ്പോൾ 2024 RRB NTPC എക്സാമിന് സ്റ്റാറ്റിക് ജി കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുന്നേ നമ്മൾ ജി കെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, സിലബസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണല്ലേ, ഹ്യൂജ് സിലബസ് ആണ്. ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കും, അതാണല്ലോ ഡൗട്ട്. നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ടോട്ടൽ RRB NTPC എക്സാമിന് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാത്സിന്റെ ഏരിയയിൽ നിന്നും, 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീസണിംഗിൽ നിന്നും, റിമൈനിങ് 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് ജി കെ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 40 ക്വസ്റ്റ്യൻസ് ജി കെ എന്നാണ്. അപ്പോൾ തന്നെ ജി കെയുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അത് 40 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതം? 1 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ ജി കെയിൽ എത്ര മാർക്ക്? 40 മാർക്ക്. ഓക്കെ, അപ്പോൾ 40 മാർക്കിനാണ് നമ്മുടെ RRB NTPC എക്സാമിന് ജി കെ സെക്ഷനിൽ നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ 40 മാർക്കിന് വേണ്ടിയിട്ട്, ഓക്കെ, ഈ 40 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം? നമ്മുടെ സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കണം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് ജി കെ, കമ്പ്യൂട്ടർ, ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കണം. സോ ഈ 10 സബ്ജക്റ്റുകളും ടോട്ടലി കംപ്ലീറ്റ്ലി പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അവിടെയാണ് നമ്മൾ ഹാർഡ് വർക്ക് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് എക്സാമിന് ഏറ്റവും റെലവൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ മനസ്സിലാക്കി ആ ഏരിയക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അവയെ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കുന്നു. ഓക്കെ, നമ്മുടെ RRB തൊട്ട് മുന്നേ കഴിഞ്ഞ RRB NTPC എക്സാം നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഒരു എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെയാണ് അല്ലേ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ 2000 അതായത് തൊട്ട് മുന്നേ നടന്ന RRB NTPC എക്സാം നോക്കുവാണെങ്കിൽ ടോട്ടൽ 133 ഷിഫ്റ്റിലായിട്ടാണ് RRB NTPC ടയർ 1 എക്സാം നടക്കുന്നത്. ഓക്കെ, ടോട്ടൽ 133 ഷിഫ്റ്റിലായിട്ട്, ഒരു ഷിഫ്റ്റിൽ 40 ക്വസ്റ്റ്യൻസ് വെച്ചാണ് NTPC എക്സാമിനുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ ഈ 133 ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം വന്നിട്ടുണ്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഇപ്പൊ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് ഈ സ്ലൈഡിൽ നിങ്ങൾ കണ്ടു അല്ലേ. ഇനി സ്റ്റാറ്റിക് ജി കെ എങ്ങനെ പഠിക്കണം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈ സ്റ്റാറ്റിക് ജി കെയിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോഴേ ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടാവും. സോ അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, അതാണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണുന്നത്. ഓക്കെ, ഇവിടെ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ഞാൻ പറയുന്നു, പ്രോപ്പർലി എപ്പോഴും ജി കെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ജി കെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് തിയറി പഠിക്കുന്നു, ദെൻ ആ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ. തിയറി പഠിക്കുന്നു, ആ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു. കാരണം നമ്മൾ തിയറി മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല നമ്മൾ പഠിച്ചൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പഠിച്ചതിൽ നിന്ന് എന്ത് മാറ്റം വരുത്തിയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ പഠിക്കാത്ത ആ ടോപ്പിക്കിൽ പഠിക്കാത്ത ഏത് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പ്രോപ്പർലി മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കണം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തിയറി പഠിക്കാതെ വായിക്കുക എന്നത് പോസിബിൾ അല്ല. കാരണം എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഓർത്തിരിക്കാനായിട്ട് പറ്റൂല. സോ ജി കെ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തിയറി പഠിക്കുന്നു, ആ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇത് സ്റ്റാറ്റിക് ജി കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിയറി ആയിട്ട് അങ്ങനെ പഠിക്കാനില്ല. എങ്കിലും ബേസിക്കലായിട്ട് ഇപ്പം അവാർഡ്സ് എന്ന് പറയുന്ന പോർഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നോബൽ പ്രൈസിനെ പറ്റി ബേസിക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒളിമ്പിക്സിനെ പറ്റി ബേസിക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നിട്ട് അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. ജി കെ പഠിക്കേണ്ട മെയിൻ മെത്തേഡ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? തിയറി കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബേസിക് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓഫ്ലൈൻ കോഴ്സുകളാണെങ്കിൽ അങ്ങനെ പഠിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം, ഇല്ലെങ്കിൽ യൂട്യൂബ് ഫ്രീ ക്ലാസ് കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ തനിയെ ബുക്ക് വായിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയും പഠിക്കാം. സോ ഏത് മെത്തേഡിലാണെങ്കിലും തിയറി പോർഷൻസ് ആദ്യം എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ്.
ഓക്കെ, ഇങ്ങനെ തിയറി വൈസ് നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുക്കണം? സ്റ്റാറ്റിക് ജികെയിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആർട്സ് ആൻഡ് കൾച്ചർ ആണ്. എന്തുകൊണ്ടാണ് ഈ ആർട്സ് ആൻഡ് കൾച്ചറെ ടോപ്പിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് എന്തുകൊണ്ട് ആർട്സ് ആൻഡ് കൾച്ചറിനെ തന്നെ ഇൻക്ലൂഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 2021 RRBയുടെ ലാസ്റ്റ് എക്സാം നടക്കുന്നത്. അത് NTPC, അതിനുശേഷം ഗ്രൂപ്പ് ഡിയുടെ എക്സാം, ഈ 2 എക്സാമാണ് ലാസ്റ്റ് നടന്നത്. പിന്നീട് RRB എക്സാംസ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതായത് ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് ശേഷം അതിനുശേഷം നടന്നിട്ടുള്ള ബാക്കി എക്സാംസുകളിൽ ഈ സ്റ്റാറ്റിക് ജികെയിലെ ഈ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ ആ ഒരു പാറ്റേണിൽ വന്ന ചേഞ്ച് ഡെഫിനറ്റ്ലി ഈ വരുന്ന നമ്മുടെ RRB എക്സാമിലും ഉണ്ടാവും. എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി നൽകണം. ഓക്കെ, ഇനി ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം, ഈ ആർട്സ് ആൻഡ് കൾച്ചറിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെ? ഈ ആർട്സ് ആൻഡ് കൾച്ചറിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്, അതുപോലെ മ്യൂസിക്, പെയിന്റിങ്സ്. RRBയുടെ എക്സാമിനെ സംബന്ധിച്ച് പെയിന്റിങ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. RRBയുടെ എക്സാമിനെ സംബന്ധിച്ച് പെയിന്റിങ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പെയിന്റിങ്സ് പഠിക്കുക. ദെൻ ഇന്ത്യൻ ഡ്രസ്സ്, മാർഷ്യൽ ആർട്സ്, ഫേമസ് ഡിഷ്. ഓക്കെ, ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും ടോപ്പിക്കുകളാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം എന്ത് വേണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആർട്സ് ആൻഡ് കൾച്ചറിനെ ആദ്യം ടോട്ടലി കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ അടുത്ത പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കുക. ക്വസ്റ്റ്യൻ വരും. ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നാഷണൽ ബുക്കും ഇന്റർനാഷണൽ ബുക്കും പഠിക്കണം. ഇമ്പോർട്ടന്റ് ഡേയ്സുകൾ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ഡേയ്സുകൾ പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സുകളും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട അവാർഡുകൾ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം കൂടെ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ടോപ്പിക്കുകളെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ഓക്കെ, അപ്പൊ അവാർഡ്സ് എന്ത് ചെയ്യുക? ഇത്രയും അവാർഡുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഇതിന് അവാർഡ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീസെന്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള പേഴ്സൺസിനെ കൂടി പഠിക്കുക. സോ അവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കൂടി പഠിച്ചാൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കണം. ഓക്കെ, മേജർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നോക്കണം. അപ്പൊ ഞാൻ ഈ ടോപ്പിക്കുകളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം, മിസ് ഇതെല്ലാം കൂടെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മറന്നു പോകും അല്ലെ? ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? അതും GKയും കൂടെ ആവതും പഠിക്കുന്നതെല്ലാം നമ്മൾ ഡെഫിനറ്റ്ലി മറന്നു പോകും. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ, പഠിക്കും, നമ്മൾ എന്ത് ചെയ്യും? മറക്കും. പക്ഷെ പഠിച്ച കാര്യത്തെ എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയ വേയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഠിച്ച കാര്യത്തെ എങ്ങനെ നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേയിൽ വീണ്ടും ഓർത്തിരിക്കുന്നു, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, റിവിഷനാണ്. റിവിഷൻ. ഓക്കെ, ഇനി വെറുതെ റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു 4 മാസം പഠിച്ച കാര്യത്തെ ഒരുമിച്ചെടുത്ത് റിവൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. റിവിഷൻ ചെയ്യുന്നതിനും പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. ആ പ്രോപ്പർ മെത്തേഡിൽ റിവിഷൻ ചെയ്താൽ പഠിക്കുന്ന കാര്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. മാത്രമല്ല എക്സാമിന് നമുക്ക് ഓപ്ഷൻസ് കൂടി ഉള്ളത് കൊണ്ട് അവിടെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ മൺഡേ മുതൽ സാറ്റർഡേ വരെ എന്താണോ പഠിക്കുന്നത്, മൺഡേ മുതൽ സാറ്റർഡേ വരെ പഠിക്കുന്ന ടോപ്പിക്സുകളെ, അല്ലെങ്കിൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആക്കിക്കോ. മൺഡേ മുതൽ ഫ്രൈഡേ വരെ പഠിക്കുന്ന ടോപ്പിക്കുകളെ സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാം. ആ പഠിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ മൺഡേ ടു ഫ്രൈഡേ എന്താണോ പഠിച്ചത് അതിനെ റിവൈസ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ റിവിഷൻ കൊടുത്തില്ലെങ്കിൽ പഠിച്ചതെല്ലാം നമ്മൾ മറന്നു പോകും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങളെ സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെ വീക്കിലെ എല്ലാ വീക്കിലും റിവൈസ് ചെയ്യുക. അങ്ങനെ വീക്കിലി റിവൈസ് ചെയ്യുന്നു. ഇതിലൊരു മന്തിന്റെ എൻഡിൽ എത്തുമല്ലോ. ആ മന്തിന്റെ എൻഡിൽ എത്തുന്ന സമയത്ത് ആ ഒരു വീക്കിലി റിവിഷൻ ചെയ്തത് എല്ലാവരും എടുത്തിട്ട് മന്ത്ലി ഒരു റിവിഷൻ കൂടെ നടത്തുന്നു. അത് ആ ഒരു വീക്ക് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു മന്ത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ കവർ ചെയ്ത കാര്യങ്ങളെ ആ ഒരു മന്തിന്റെ എൻഡിൽ ഒരു ദിവസം, അത് 30 ആവാം 31 ആവാം. ഓക്കെ, അപ്പൊ 30 31 അപ്പൊ ഏത് ദിവസമാണെന്ന് വെച്ചാൽ ആ ഡേ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഡേയിൽ എന്ത് ചെയ്യാം? ഈ ഒരു മന്ത് പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യണം. അപ്പൊ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, ആ ടൈമിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ വീക്കിലി റിവിഷൻ ചെയ്യുമല്ലോ. ആ വീക്കിലി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസം ഓരോ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ പഠിച്ചാണ് പോകുന്നത്. ആ വീക്കിലി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ടാവും. അത് ജസ്റ്റ് ഒരു പെന്ന് വെച്ചൊക്കെ ഡൗട്ട് ചെയ്താൽ മതി. ഈ മന്ത്ലി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ,
അത് നമ്മൾ ആ നോട്ടിൽ നമ്മൾ ആഡ് ചെയ്ത നോട്ടിൽ ഒട്ടും ഓർമ്മയില്ലാത്ത കാര്യങ്ങളെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ടോ ഒരു റെഡിങ് വെച്ചിട്ടോ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. അങ്ങനെ മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതായത് മന്ത്ലി റിവിഷന്റെ സമയത്ത് പഠിച്ചതിൽ ഓർമ്മയില്ലാത്ത പോയിന്റ്സിനെ ഒരു റെഡിങ് വെച്ചിട്ടോ ഒരു ഹൈലൈറ്റർ വെച്ചിട്ടോ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അതായത് പിന്നീടുള്ള നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ റിവിഷനിൽ യൂസ് ചെയ്യേണ്ടത് ഈ ഹൈലൈറ്റർ ചെയ്ത കാര്യങ്ങൾ മാത്രമായിരിക്കണം. കാരണം നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ടോട്ടലി എല്ലാം കൂടെ റിവൈസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. സോ അവിടെ നമുക്ക് ആകെ ഓർമ്മയില്ലാത്തത് ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളാണ്, ബാക്കി നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. സോ ആ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ടത്. അങ്ങനെ റിവൈസ് ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ലെങ്കിൽ പോലും എക്സാമിലെ ഓപ്ഷൻ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ചെയ്യാനായിട്ട് പറ്റും. സോ പഠിച്ച കാര്യങ്ങളെ ഓർക്കാനുള്ള ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? റിവിഷൻ തന്നെയാണ്. അതൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ടോപ്പിക്കുകൾ പറഞ്ഞു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ NTPC എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ദെൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് സ്പോർട്സ്. ഓക്കെ, സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് RRB NTPC എക്സാമിന് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ സ്പോർട്സുകൾ നോക്കണം, അതുപോലെ ഒളിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ, കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ, അങ്ങനെ ഞാൻ ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുക. പിന്നീട് മേജർ റിസർച്ച് സെന്റേഴ്സ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, പിന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അതുപോലെ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകളെ വേണം സ്റ്റാറ്റിക് ജികെയിൽ നിന്ന് ആദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകളെ പ്രോപ്പർ മെത്തേഡിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നീട് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്റ്റാറ്റിക് ജികെയിൽ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതായത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് നടന്ന RRBയുടെ ലാസ്റ്റ് നടന്ന എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ NTPC എക്സാമും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമും ആണ്. പക്ഷെ ആ ഒരു ടൈമിൽ ഈ ടോപ്പിക് അത്രയും ട്രെൻഡ് ആയിരുന്നില്ല. അതിനുശേഷം നടന്ന എക്സാംസിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന നമ്മുടെ RRB എക്സാമിനും ഈ ടോപ്പിക്കിലെ സ്കിപ്പ് ചെയ്തിട്ട് പോകാനായിട്ട് പാടില്ല. അതായത് ഏത് ടോപ്പിക്കുകളൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽസ് പേരും സ്റ്റേറ്റ് മാത്രമല്ല, അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും പഠിക്കണം. അതുപോലെ തന്നെ ഡാൻസ് ഫോംസുകൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റിലേറ്റഡ് പേഴ്സണാലിറ്റീസും അവരേത് ഘരാനാസ് ആണെന്നുള്ളതും പഠിക്കണം. അതുപോലെ തന്നെ ഡാൻസ് ഫോം റിലേറ്റഡ് പേഴ്സണാലിറ്റീസ്. ഓക്കെ, ഓരോ ഡാൻസും ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടല്ലോ, ആ ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസും അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകളും ഉറപ്പാണ് ക്വസ്റ്റ്യൻ വരും. സോ സ്റ്റാറ്റിക് ജികെയിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത്രയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്ത് ചെയ്യണം എന്ത് പഠിക്കാൻ? ബാക്കിയുള്ളത് പഠിക്കാൻ. ഓക്കെ, ഇനി അപ്പം മേജർ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. സ്റ്റാറ്റിക്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഇനി ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കിന്റെ പ്രോപ്പർ ടോപ്പിക്കുകൾ പഠിക്കാൻ ഏറ്റവും നല്ല ടെക്സ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിയോൺ പബ്ലിക്കേഷൻ ടെക്സ്റ്റ് ആണ്. ഏതാണ്? നിയോൺ പബ്ലിക്കേഷന്റെ സ്റ്റാറ്റിക് ജികെയുടെ ടെക്സ്റ്റ് ഉണ്ട്. നിയോൺ പബ്ലിക്കേഷന്റെ സ്റ്റാറ്റിക് ജികെയുടെ ടെക്സ്റ്റിൽ ഇതിൽ SSCയുടെയും അതുപോലെ തന്നെ RRBയുടെയും രണ്ടും കൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. പക്ഷെ മാക്സിമം നമ്പർ ഓഫ് ഫാക്റ്റുകൾ ഈ ടെക്സ്റ്റിൽ എന്താണ്? ഇൻക്ലൂഡ് ആണ്. ഇനി ഓവറോൾ നിങ്ങൾക്ക് ജികെയുടെ തിയറി പഠിക്കാനായിട്ടാണെങ്കിൽ അത് തരുൺ ഗോയലിന്റെ ജനറൽ നോളജ് ടെക്സ്റ്റും അതുപോലെ തന്നെ ലൂസൺ പബ്ലിക്കേഷന്റെ ജികെയുടെ ടെക്സ്റ്റും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് RRBയുടെ മാത്രം പ്രീവിയസ് ഉള്ള ടെക്സ്റ്റ് ബുക്ക് ആണ് ഏതെന്ന് പറയുന്നത് RRBയുടെ YCT പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഈ YCT പബ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം YCTയിൽ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിനാക്കിളിന്റെ റെയിൽവേയുടെ ബുക്കും നല്ലതാണ്. എന്തിനാണ് ഈ ബുക്കുകൾ സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് തിയറി കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബുക്കിന്റെ ടെക്സ്റ്റോ ഇല്ലെങ്കിൽ ഇതുപോലെ പിനാക്കിളിന്റെ ടെക്സ്റ്റോ അല്ലെങ്കിൽ YCT പബ്ലിക്കേഷൻ ടെക്സ്റ്റോ അതുപോലെ തന്നെ സ്റ്റാറ്റിക് ജികെ ടോട്ടലി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നിയോൺ പബ്ലിക്കേഷൻ ടെക്സ്റ്റോ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ദെൻ ഇനി എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ സ്റ്റാറ്റിക് ജികെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സ്റ്റാറ്റിക് ജികെക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബുക്ക് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർലി എവിടെ നിന്നാണോ തിയറി ആ ടോപ്പിക് കവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് കൂടുതൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. എന്നിട്ട് ഓരോ നോട്ട്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഒരു 2 പേപ്പർ വിട്ടതിന് ശേഷം വേണം അടുത്തൊരു ടോപ്പിക് അതിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫെസ്റ്റിവൽസ് എഴുതി, ഫെസ്റ്റിവൽസ് നിങ്ങൾ ക്ലാസ് കേട്ട് എഴുതി അല്ലെങ്കിൽ ബുക്ക് റീഡ് ചെയ്ത് നിങ്ങൾ നോട്ട് എഴുതുവാണ്. അതിനുശേഷം ഒരു 2 പേപ്പർ വിട്ടിട്ട് വേണം അടുത്തൊരു ഡാൻസ് ഫോംസിന് നോട്ട് എഴുതാൻ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മോക്ക് എക്സാം ചെയ്യുന്ന സമയത്തോ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്ത് പോകണം. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം മാർക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. സോ നോട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നല്ലതായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണ്, ഇപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ തുടങ്ങി, അത് നമുക്ക് കുറച്ച് ലാസ്റ്റിലോട്ടൊക്കെയാണ് നമ്മുടെ ഷിഫ്റ്റ് വരുവാണെങ്കിൽ എക്സാംസിന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു ഏരിയ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, നോട്ട് വേണമല്ലോ. സോ അതായത് അങ്ങനെയുള്ള നോട്ട് നമ്മൾ റെഫർ ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് കേട്ട് നോട്ട് എഴുതി അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ വായിച്ച് മാക്സിമം അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ തിയറി കംപ്ലീറ്റ് അതായത് തിയറി ഒരുവിധം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിച്ചങ്ങ് പോവുകയല്ല വേണ്ടത്, പഠിച്ച കാര്യങ്ങളെ എന്ത് വേണം, കൃത്യമായിട്ടൊന്ന് റെഗുലർ റിവിഷൻ കൊടുക്കണം. ഇനി ഞാൻ ഈ പറഞ്ഞ സ്റ്റാറ്റിക്കലി പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തിട്ട് പിന്നെയും നിങ്ങൾക്ക് അഡീഷണൽ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് യു ഹാവ് മോർ ടൈം ദെൻ യു ക്യാൻ സ്റ്റഡി അതർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൾസോ ഇൻ ഈച്ച് സബ്ജക്ട് ടു മാക്സിമൈസ് യുവർ സ്കോർ. ഓക്കെ, അത് ഇനിയും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി സബ്ജക്റ്റുകളിലെ ബാക്കി ടോപ്പിക്കുകളോട് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഈ ഒരു വേയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു വേയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ദിശ അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു RRB NTPC ഓൺലൈൻ കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്താവും, ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ടോപ്പിക് വൈസ് ഓർഡറിൽ തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോട്ട്സ് കൂടാതെ എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ കൃത്യമായിട്ടുള്ള വേയില് നമുക്ക് ഉള്ള ടൈം ലിമിറ്റിൽ മാക്സിമം മാർക്ക് RRB NTPC എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8075753676 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്ക് യു ഓൾ, ഹാപ്പി ലേണിംഗ്.